എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പ്രശ്നങ്ങളുണ്ട്, ശരിയാണ്, പക്ഷേ നിങ്ങൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും തീർച്ച എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ തത്തമ്മയെ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് ആദ്യം പോകാം. പ്രശ്നങ്ങളുണ്ട്, പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് പോകാതിരിക്കാനും കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ആ വ്യക്തി. ആ വ്യക്തിയുമായി എത്ര തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അതൊന്നും പ്രശ്നമാക്കാതെ മുന്നോട്ട് പോകാനുള്ളൊരു കരുത്ത് നിങ്ങൾക്കെപ്പോഴും ലഭിക്കും. ആ കരുത്ത് നിങ്ങൾക്കെപ്പോഴും സപ്പോർട്ടുമായിരിക്കും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചു കൊണ്ടുപോകാനുള്ള കൃത്യമായൊരു ആത്മബലവും നിങ്ങൾക്ക് ലഭിക്കും. ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഏത് പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചത് ഒരു പരിധിയില്ലാതെയാണ്. ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് എത്തിച്ചേരാനും നിങ്ങൾക്ക് എത്തിപ്പെടാനും സാധിച്ചു. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, ജീവിതത്തിൽ കൃത്യധാരയോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തെ അതിൻ്റെ ഏറ്റവും തീക്ഷ്ണതയോടെ, അതിൻ്റെ ഏറ്റവും കരുത്തോടെ നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ സാധിക്കും. ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും നിങ്ങളെ ബാധിക്കില്ല. ജീവിതത്തിൽ ഒരു പ്രശ്നവും നിങ്ങളെ ബാധിക്കില്ല. എല്ലാ പ്രതികൂല സാഹചര്യത്തെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആത്മബലം ലഭിക്കും. പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കുന്നതിൻ്റെ ആഴവും പരപ്പും നിങ്ങൾക്ക് കൃത്യമായി അറിയാനും സാധിക്കും. എല്ലാ പ്രതികൂല സാഹചര്യത്തെയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ തീക്ഷ്ണമായ ഇഷ്ടം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ ആ വ്യക്തി എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുകയാണ്. നിങ്ങളെ സ്നേഹിക്കാൻ അല്ലാതെ ആ വ്യക്തിക്ക് ഒന്നിനും സാധിക്കില്ല. നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് ആ വ്യക്തിയുടെ ഒരു വലിയ ശപഥമാണ്. ആ വ്യക്തി നിങ്ങളെ എല്ലാ പ്രതിസന്ധികൾക്കപ്പുറത്തേക്ക് എല്ലാ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് സ്നേഹിക്കുകയാണ്. എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായെങ്കിലും, എന്തെല്ലാം പ്രതിസന്ധികൾ നിങ്ങളെ ബാധിച്ചെങ്കിലും അതൊന്നും പരിഗണിക്കാതെ നിങ്ങളിപ്പോഴും ആത്മാർത്ഥമായിട്ട് ആ വ്യക്തി സ്നേഹിക്കുകയാണ്. ആരൊക്കെ തടഞ്ഞാലും ആരൊക്കെ പ്രതിസന്ധി ഉണ്ടാക്കിയാലും നിങ്ങളും ആ വ്യക്തി ഒരുമിച്ച് പോകും. ഇപ്പോഴത്തെ പ്രതിസന്ധികൾ കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. അത് പോസിറ്റീവ് എനർജിയിലേക്ക് ഉടൻ തിരിച്ചെത്തും. അതായിട്ട് രണ്ടാമത്തെ ഹൃദയ ചിഹ്നം പൈലായി സ്വീകരിച്ചയുടെ റീഡിങ്ങിലേക്ക് പോകാം. ഇഷ്ടപ്പെടാൻ മാത്രമേ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയുള്ളൂ. നിങ്ങൾ പരസ്പരം ഒരു ഭ്രാന്തമായി അല്ലെങ്കിൽ ഒരു വൈകാരിക ഊർജത്തോടെ ഇഷ്ടപ്പെടുകയാണ്, സ്നേഹിക്കുകയാണ്. നിങ്ങൾക്ക് പരസ്പരം അകലാൻ കഴിയില്ല. ജീവിതത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യത്തിലും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ഹൃദയത്തിൽ ഉറച്ചു നിന്ന് സ്നേഹിക്കാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയുള്ളൂ. എന്തെല്ലാം പ്രതിസന്ധി ഘട്ടമുണ്ടെങ്കിലും എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ കാണിക്കുന്ന പരസ്പര സ്നേഹം ഒരിക്കലും നശിക്കുന്നില്ല, ഒരിക്കലും തകരുന്നില്ല. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. എന്തെല്ലാം പ്രശ്നം നിങ്ങളെ വന്ന് ബാധിച്ചാലും എന്തെല്ലാം പ്രതിസന്ധികൾ നിങ്ങളെ വന്ന് ബാധിച്ചാലും അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരു പോസിറ്റീവ് എനർജിയോടെ ഒരു പോസിറ്റീവ് ശക്തിയോടെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കും. ഇപ്പോൾ കൂടുതൽ സ്നേഹിച്ചതിൻ്റെ പേരിൽ, കൂടുതൽ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ചെറിയ വൈരാഗ്യവും വിദ്വേഷവും നിങ്ങൾക്ക് പരസ്പരം പോലും ഉണ്ട്. സ്നേഹം കൂടിയതുകൊണ്ടാണത്. ഒരാൾ മറ്റൊരാളെ അയാൾക്ക് പരമാവധി ബലത്തിൽ അല്ലെങ്കിൽ പരമാവധി ചിന്തയിൽ വിശ്വാസത്തിൽ സ്നേഹിക്കുന്നു. മറ്റേയാൾ അത്രയും എന്നെ സ്നേഹിക്കുന്നില്ല, എന്തുകൊണ്ട് മറ്റേയാൾക്ക് എന്നെ അത്രയും ആഴത്തിൽ സ്നേഹിച്ചുകൂടാ എന്നുള്ളത് പരസ്പരം ചോദിക്കുകയാണ്. അങ്ങനെ പരസ്പരം സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ വഴക്കിടുകയാണ്. നിങ്ങളുടെ കൊച്ചു പിണക്കങ്ങളെല്ലാം ചെന്ന് അവസാനിക്കുന്നത് സ്നേഹിക്കാൻ വേണ്ടിയാണ്. സ്നേഹിക്കാൻ വേണ്ടിയുള്ള ആ ഓട്ടത്തിൽ തീർച്ചയായിട്ടും സ്നേഹത്തിന് വേണ്ടിയുള്ള ആ ഓട്ടത്തിൽ നിങ്ങൾ പരസ്പരം
മറന്നു പോവുകയാണ്. ഇഷ്ടപ്പെടാനും സ്നേഹം കാണിക്കാനും മറക്കുകയാണ്. രണ്ടുപേരും വൈരാഗ്യത്തോടെ സ്നേഹിക്കുകയാണ്. അതായത് ഒരാൾ എന്നെ എന്തുകൊണ്ട് അത്രയും സ്നേഹിക്കുന്നില്ല എന്നുള്ള ദേഷ്യം നിങ്ങൾക്ക് പരസ്പരം ഉണ്ടാകുകയാണ്. ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എന്നെ അത്രത്തോളം സ്നേഹിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്തയിൽ പോവുകയാണ്. അങ്ങനെ സ്നേഹത്തിന് പരിധിയില്ലാതെ, സ്നേഹത്തിന് ഒരു പരിധിയും നൽകാതെ പരസ്പരം സ്നേഹിച്ചു പോകുന്ന രണ്ട് മനസ്സുകളായിട്ട് നിങ്ങൾ മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആ ശക്തിയും ആർക്കും തടയാൻ കഴിയില്ല. എപ്പോഴും വിങ്ങിപ്പൊട്ടി മനസ്സ് വേദനിച്ചിരിക്കുന്നുണ്ട്. അത് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ്. ഒരുപാട് പരിധികളൊന്നുമില്ലാതെ പരസ്പരം സ്നേഹിച്ചു. അങ്ങനെ പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വെറുക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് അകലാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ഒട്ടും മാറ്റിമറിക്കാൻ കഴിയുന്നില്ല. കൂടുതൽ നിങ്ങൾ അടുത്തടുത്ത് പോകുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.